പെരുന്നാളായാലേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ. പക്ഷേ ഇവിടെ എന്നെക്കാളും നിർബന്ധം എൻ്റെ മക്കൾക്കാണ് കേട്ടോ. ഒരു ഉച്ച തിരിഞ്ഞാൽ ചോദിക്കാൻ തുടങ്ങും എപ്പോഴാണ് ഇറങ്ങുന്നത്, എന്താ ഇറങ്ങാത്തതെന്നും പറഞ്ഞിട്ട് പിന്നാലെ നടക്കാണ് ഇതും നീനൂട്ടി കേട്ടോ. അപ്പോൾ മോളും ഐറൂസും ഹസ്ബൻഡൊക്കെ ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് പിന്നാലെ ഇതാ ഞങ്ങളും ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വേണം നീനൂട്ടിക്ക് ഫോട്ടോസ് എടുക്കാനും മോളൂനൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും കേട്ടോ. കാരണം അവിടെ നല്ല ചെടികളും മരങ്ങളും പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ എത്തി ഫോട്ടോസ് എടുക്കുന്നതാണ് കൂടുതൽ ഭംഗി. നമ്മളിവിടെ അരീക്കോട് അടുത്തടുത്ത് വീടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഭംഗിയാണ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീഡിൽ ഇറങ്ങി പോകുന്നതായിരുന്നു. ഇപ്പോൾ ഒരു വരുന്ന ബൈക്കിൽ നല്ല ബ്ലോക്കും മുന്നിലൊരു ലോറിയും അങ്ങനെ എന്താ പറയുക ഒച്ച എഴുന്നത് പോലെ എഴഞ്ഞതാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ അവരുടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നീനൂട്ടിനെ കണ്ടപ്പോൾ പിന്നെ ക്യാമറ അവളുടെ കയ്യിൽ കൊടുത്തു. കാരണം അവൾക്ക് കുറച്ചൊരു ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സ്കില്ലുണ്ട്. അങ്ങനെ ആദ്യം ഐറൂസിനെയും കൊണ്ട് അവർ മൂന്നാളും കൂടിയുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. അതിനുശേഷം ഐറൂസിനെ ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് അവർ മാത്രമല്ല കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഉമ്മയാണെങ്കിൽ എന്താ അകത്തേക്ക് കയറാത്തേ, പായസം വേണ്ടേ, ഫുഡ് വേണ്ടേ എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്നുണ്ട്. വെളിച്ചം പോണതിന് മുന്നേ ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നുജൂമും നാനൊക്കെ വന്നിട്ടോ. അവർ നാനൻ്റെ വീട്ടിലേക്ക് വന്ന് പെരുന്നാൾ സന്ദർശനത്തിന് പോയതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഉള്ളതെല്ലാം ഒരു ഫാമിലി ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി. പക്ഷേ ആ ഫോട്ടോ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം തുത്തും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ അവരും കൂടി വരണമല്ലോ. പക്ഷെ എന്നാലും എല്ലാവരും ഉള്ളതല്ലേ എന്ന് ചെറുതായിട്ടൊരു ഫോട്ടോ എടുത്തു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി ഞങ്ങൾ ആ പായസമൊക്കെ കുടിച്ച് ഞങ്ങളുടെ പ്രധാന പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഒരുപാട് പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നുജുമ്. അതൊക്കെ ഓരോന്നോരോന്നായി പൊട്ടിച്ചങ്ങോട്ട് തീർത്തിട്ട് ഉമ്മയൊക്കെ മുൻപന്തിയിലാണ് ഉണ്ടായിരുന്നത് പൊട്ടിക്കാനായിട്ട്. പക്ഷേ ഇന്ന് തിളങ്ങിയത് എൻ്റെ ഹസ്ബൻഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പേടിയുള്ള പടക്കങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡായിരുന്നു മുന്നോട്ട് ഇറങ്ങി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു 10-10:30 ആയപ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്ക്. ഇതൊക്കെയാണ് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.